ഇന്ന് കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷം കേരളത്തിൽ അതിരൂക്ഷമായി കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും അതിൻ്റെ ചർച്ച മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഇതിനെല്ലാം മറുപടി പറയാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ അതിരൂക്ഷമായിട്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നിരയും ആക്ഷേപിച്ച് സംസാരിക്കുന്ന നിലപാടുണ്ടായി. അതിനെതിരെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്, ലഹരിയുണ്ട്, കൊലപാതകമുണ്ട്, അക്രമ സംഭവങ്ങൾ നിരന്തരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ പഠിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 8.5 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇതൊക്കെ പഠിക്കാൻ ഇനിയും സമയം വേണമെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ കേരള പൊതുസമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സമൂഹത്തിൻ്റെ ആശങ്കകൾ അതിനൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം മറന്നു പോകുന്നു. പിന്നെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് നിരന്തരം വിളിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ വിരളി പോകുന്നതിന് കാരണം അദ്ദേഹത്തെ സാധാരണക്കാർ നാട്ടിൽ വിളിക്കുന്നത് ചീഫ് മിനിസ്റ്റർ എന്നാണ്. കാരണം കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ കൊള്ളയടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്കും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളെ ചെറുപ്പക്കാരൊക്കെ ട്രോളായിട്ട് ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പലവട്ടം വിളിച്ചപ്പോൾ പിണറായി വിജയൻ ചിലപ്പോൾ അത് വാക്കുമാറി കേട്ടതായിരിക്കും. ചീഫ് മിനിസ്റ്റർ എന്ന് കേട്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും രൂക്ഷമായിട്ട് പ്രതികരിച്ചത്. എന്തു തന്നെയായാലും നമ്മൾ ഓരോരുത്തരുടെയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ നിരന്തരം നടക്കുന്ന അക്രമ കൊലപാതക പരമ്പരയെക്കുറിച്ചിട്ടുള്ള പ്രശ്നത്തിൽ അഡ്രസ്സ് ചെയ്ത് മറുപടി പറയാൻ ആദ്യത്തെ ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. കാരണം കേരളത്തിലെ പോലീസും എക്സൈസ് വകുപ്പുകളുടെ നിരന്തരമായിട്ടുള്ള പരാജയമാണ് ഈ ലഹരി വ്യാപനത്തിലേക്ക് നമ്മളെ സംസ്ഥാനത്തെ നയിച്ചത്. കാരണം ഈ ലഹരി വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്ന് പറയുന്ന ലോബികളെ കണ്ടെത്തുന്നില്ല, ഇത് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തുന്നില്ല. ഏതെങ്കിലും ചെറുപ്പക്കാർ കൂട്ടം കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ജാമ്യത്തിൽ വരുന്നു. ഇപ്പോൾ കായംകുളത്തെ MLA പ്രതിഭയുടെ മകനെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ വല്ലാതെ കനിവ് കാണിക്കും, അവരെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കും, നടപടിയെടുത്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും, അവരെ പിന്തുടർന്ന് വേട്ടയാടും. പക്ഷേ ഇങ്ങനെയുള്ള പ്രിവിലേജുകളും സാമ്പത്തിക സൗകര്യങ്ങളും മറ്റ് സ്വാധീനങ്ങളും ഇല്ലാത്ത സാധാരണക്കാരുടെ മക്കൾ ലഹരി കേസിൽ പെടുകയും ജയിലിൽ പോവുകയും അവരുടെ ജീവിതവും അവരുടെ കുടുംബവും നശിക്കുന്ന സാഹചര്യമുണ്ടാകും. സമൂഹത്തിന് വലിയ ബാധ്യതയാകുന്ന, സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഈ പരിപാടികൾക്കെതിരെ നിരന്തര ജാഗ്രത പുലർത്തേണ്ട പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വിഷയങ്ങളെ അതിന് അർഹിക്കുന്ന ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ SFI, DYFI പോലെയുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസുകളിലും തെരുവുകളിലും അവരുടെ നേതാക്കന്മാരുടെ പോലും നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വ്യാപനത്തെ, ലഹരി ഉപയോഗത്തെ വലിയ രീതിയിൽ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന അത്തരം പ്രചരണങ്ങളെയൊക്കെ അവരതിൽ നിന്നൊക്കെ പിന്മാറേണ്ടതുണ്ട്. ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരിക്കൽ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ഒരു തെറ്റല്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ നിലവാരം അതാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിലപാടുകൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലഹരി വ്യാപനത്തിലുള്ള ആശങ്ക പരിഹരിക്കാൻ സാധിക്കില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഈ സർക്കാർ പരാജയപ്പെട്ടു. അത് ലഹരിയുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, അത് നിരന്തരം നടക്കുന്ന അക്രമങ്ങളായിക്കോട്ടെ, കുട്ടികളിൽ പോലും കണ്ടുവരുന്ന അക്രമവാസനകളായിക്കോട്ടെ, ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം സഭാ സമ്മേളന സമയത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ആ വിഷയത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ വാക്കൗട്ട് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായി കായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ തന്നെ CPMൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ലഹരിയുടെ വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുള്ള വാർത്ത എത്രയോ കാലമായിട്ട് വരുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ പല CPM നേതാക്കന്മാരും പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് ലഹരി വിതരണത്തിലൂടെ, വ്യാപനത്തിലൂടെ, അതിൻ്റെ വ്യാപാരത്തിലൂടെ ആർജിക്കുന്ന പണം കൊണ്ടാണ് എന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കന്മാർ പ്രസംഗിച്ചിട്ടുള്ളതാണ്. കായംകുളത്തെ ഒരു കൗൺസിലറുടെ തന്നെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ലോറിയിൽ കടത്തുന്നത് പിടിക്കുമ്പോൾ തലേ ദിവസം നടക്കുന്ന എഗ്രിമെൻ്റൊക്കെ മറയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിക്കും ബന്ധമില്ല എന്ന് പറയുന്നു.
ലഹരി വ്യാപനത്തിനും വിതരണത്തിനും നേതൃത്വം നൽകുന്ന CPM-ൻ്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് മുകളിലേക്കുള്ള നേതാക്കന്മാരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഭ ഹരിയുടെ മകൻ്റെ കാര്യം പറഞ്ഞതുപോലെ അമ്പലപ്പുഴ MLA പ്രതിഭയുടെ മകൻ കനിവിനോട് കാണിച്ച കനിവ് കേരളത്തിലെ ചെറുപ്പക്കാരോട് കാണിക്കണം. ലഹരി കേസിൽപ്പെടുന്ന CPM നേതാക്കന്മാരുടെ MLA-മാരുടെ മക്കളോട് കനിവ് കാണിക്കുന്നത് പോലെ അതിനേക്കാൾ വലിയ കനിവ് കേരള സർക്കാർ ഈ സാധാരണ മനുഷ്യരുടെ കുട്ടികളോട് കാണിക്കണം. കാരണം അവരുടെ ജീവിതം തകർന്നാൽ, ആ കുടുംബങ്ങൾ തകർന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടും. ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ നിരന്തരം മനസാക്ഷി മരവിക്കുന്ന കൊലപാതകങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ലഹരിയാണെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്താൻ കേരളത്തിലെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് ലഹരിയുടെ ഗുരുതരമായിട്ടുള്ള വ്യാപനത്തെക്കുറിച്ച് എന്തെങ്കിലും പഠനം കേരളത്തിലെ സാംസ്കാരിക വകുപ്പോ സാമൂഹ്യനീതി വകുപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പോ എക്സൈസ് വകുപ്പോ ആഭ്യന്തര വകുപ്പോ നടത്തിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതായത് ഇത്തരം പഠനങ്ങളൊന്നും നടത്താതെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ലഹരിയുണ്ട്, ലഹരിയുടെ വ്യാപനം മൂലമാണ് കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതെന്നൊക്കെ ജനറലായിട്ട് പറയുമ്പോൾ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇതിൽ ഒന്നാമതായിട്ട് മറുപടി പറയേണ്ടത്. ലഹരി ഉപയോഗിക്കുന്നവരെക്കാൾ ലഹരി വിൽക്കുന്നവരെക്കാൾ മറുപടി പറയാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരാണ്. കാരണം ഇത്തരം ലഹരി വ്യാപനത്തെ അമർച്ച ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത്, ഇല്ലാതാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്.